ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മലബാറുകാരുടെ സ്വന്തമായിട്ടുള്ള സൽക്കാരങ്ങളിലൊക്കെ മെയിനായിട്ട് കാണുന്ന അലീസയാണ് കേട്ടോ. അലീസ, അൽസ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഗോതമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണയുള്ള ഗോതമ്പ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് നമ്മൾ കുത്തിയെടുത്തതാണ്. കുത്തിയെടുത്തിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതല്ല എങ്കിൽ മാർക്കറ്റിൽ നമുക്കിത് കിട്ടാനുണ്ട് കേട്ടോ. അലീസ ഉണ്ടാക്കുന്ന ഗോതമ്പ് മാർക്കറ്റിലും കിട്ടാനുണ്ട്, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാവുന്ന ഗോതമ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുതിരാൻ വെക്കണം. അപ്പോൾ ഒരു 7-8 മണിക്കൂർ കുതിരാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്തോളും. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ വെള്ളത്തോടെ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഇതെടുത്തതാണ്. ഒരു 8 മണിക്കൂറിന് ശേഷം നല്ല രീതിയിലൊന്ന് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി വെള്ളത്തോടെ തന്നെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിലാകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് പെട്ടെന്ന് എടുക്കാനായിട്ട് കഴിയുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടണമല്ലോ. അപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയൊരു സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതി, കൂടുതൽ എടുക്കണ്ട. പിന്നെ 3 ചെറിയൊരു കഷ്ണം പട്ടയും പിന്നെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഗ്രാമ്പൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് നിങ്ങൾ കുത്തിയെടുത്താൽ മാത്രം മതി, ഒരുപാട് പേസ്റ്റായി പോകരുത്. ഇനി ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം എല്ലും നെയ്യൊക്കെ ഉള്ള പീസ് തന്നെ എടുക്കണം. അപ്പോൾ നല്ലൊരു പീസ് തന്നെ കേട്ടോ. ബോൺലെസ് ചിക്കൻ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ലെഗ് പീസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ സോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്കൊരു 15 വിസിലാകുന്ന സമയത്ത് കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിരാൻ വെക്കാൻ മറന്നു പോകരുത്, അല്ലെങ്കിൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കുക്കായി കിട്ടില്ല. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 15 വിസിലിന് ശേഷം എയറൊക്കെ പോയിട്ട് ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാൻ മതി കേട്ടോ. ഇപ്പോൾ ഗോതമ്പൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിലുള്ള എല്ലൊക്കെ നമുക്ക് വേറിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള എല്ലുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ഗ്രാമ്പു ഏലക്കായൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. നമ്മളിതൊന്ന് ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഒന്നങ്ങ് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഒരു പകുതി ഭാഗം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1-2 സ്പീഡിൽ മാത്രം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്തോളും. അതുകൊണ്ടാണ് ഇങ്ങനെ പകുതി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് കുറുകി വന്നോളൂ കേട്ടോ. അലീസ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറുകിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇരിക്കും തോറും കുറുകി വരും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ലൂസാക്കി എടുത്താൽ മതി, ഒരുപാട് ലൂസായി പോവണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ചൂടാറുന്നതിനനുസരിച്ച് കുറുകി വരികയും ചെയ്തോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി, ഒരുപാട് തിളച്ചൊന്നും പോവണ്ട. ചെറുതായിട്ട് ബബിൾസൊക്കെ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ചെറിയൊരു കുമിളകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നെയ്യിൽ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് ഉള്ളി ഉണ്ടല്ലോ, സവാളയും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളക്ക് പകരം ചെറിയ ഉള്ളി വറുത്തെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മളിത് ഉപ്പിട്ടിട്ടാണല്ലോ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മധുരം എത്രയാണോ ആവശ്യം അത്രയും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അലീസ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്